യഹൂദിയായിലെ ഒരു ഗ്രാമത്തിലെന്ന ഈ ഗാനം ഒരുപാട് പേർക്ക് വലിയ നൊസ്റ്റാൾജിയാണ്. എത്രയോ കാലമായി കേൾക്കുന്നു. ധനുമാസത്തിലെ തണുപ്പുള്ള രാത്രിയിൽ ദേവാദിദേവന്റെ തിരുമുൻപിൽ വന്നു എന്നൊക്കെയുള്ള വരികൾ കേൾക്കുമ്പോൾ ഇപ്പോഴും എന്ത് രസമാണ്. മലയാള ഭാഷയിലുള്ള ഏറ്റവും മികച്ച ക്രിസ്തീയ ഗാനങ്ങളിൽ ഒന്നാണ് ഇപ്പോഴും ഈ പാട്ട്. 1987 റെക്കോർഡ് ചെയ്ത ഈ ഗാനം ഹിറ്റ് ലിസ്റ്റിൽ തന്നെയാണ്. പാട്ടിനെക്കുറിച്ച് പറഞ്ഞു വന്നത് ക്രിസ്മസിനെക്കുറിച്ച് ഓർത്തപ്പോഴാണ്. അതെ, വീണ്ടും ഒരു ക്രിസ്മസ് കാലം. ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും കാലമാണ്. എങ്ങുമെങ്ങും നക്ഷത്രങ്ങളും കരോൾ ഗാനങ്ങളും വീടുകളിൽ ഉണ്ടാക്കിയ വൈനും പിന്നെ പ്ലം കേക്കുമൊക്കെ ഓർമ്മയിൽ വരുന്നു. അതോടൊപ്പം അതീവ രുചികരമായ ക്രിസ്ത്യൻ ഭക്ഷണ വിഭവങ്ങളും. എൻ്റെ ചെറുപ്പകാലത്ത് നക്ഷത്രങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാളും ആളുകൾ സ്വന്തമായി അവ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. മുളയും ഈറയുമൊക്കെ ചേർത്ത് വീടുകളിലും പള്ളികളിലും മറ്റു പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഭംഗിയായി ഒരുപാട് സമയമെടുത്ത് ഉണ്ടാക്കുമായിരുന്നു. ആരുടെ നക്ഷത്രമാണ് ഏറ്റവും മനോഹരം എന്നുള്ള രീതിയിലുള്ള ചില മത്സരങ്ങളും അക്കാലത്ത് പതിവായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പുൽക്കൂടുകളുടെ കാര്യവും. ഇന്നത്തെ പോലെ പുൽക്കൂടുകളും രൂപങ്ങളുമൊക്കെ റെഡിമെയ്ഡായി കിട്ടിയിരുന്നില്ലല്ലോ. വൈക്കോലും തുണിയും മേരിയുടെയും ജോസഫിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ആട്ടിടയന്മാരുടെയൊക്കെ രൂപങ്ങളൊക്കെ വെച്ച് സ്വന്തമായിരുന്നു എല്ലാവരും പുൽക്കൂടുകൾ ഉണ്ടാക്കിയിരുന്നത്. രൂപങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയിരുന്ന മിടുക്കന്മാരും അക്കാലത്തുണ്ടായിരുന്നു. ക്രിസ്മസ് എന്നാൽ ഗ്രീറ്റിംഗ് കാർഡുകളുടേതു കൂടിയായിരുന്നു. ഒരു സമയത്ത് മനോഹരങ്ങളായ കാർഡുകൾ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അടുത്ത സുഹൃത്തുക്കൾക്ക് കാർഡുകൾ വാങ്ങി അയക്കുമായിരുന്നു. ചില സുഹൃത്തുക്കൾക്ക് വിദേശത്തുള്ളവർ അയക്കുന്ന കാർഡുകളൊക്കെ നമ്മളെ കാണിച്ച് അസൂയപ്പെടുത്തിയിരുന്ന ചില നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരുന്ന കാർഡുകൾ ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കുമായിരുന്നു. പിന്നീട് കാർഡുകൾ മാറി. കാലത്തിനനുസരിച്ച് ആശംസകൾ, ഇമെയിലുകളും SMS മെസ്സേജുകളും ഇപ്പോൾ വാട്സപ്പ് സന്ദേശങ്ങളുമൊക്കെയായി മാറി. ക്രിസ്മസിൻ്റെ മറ്റൊരു ഓർമ്മ സംഗീതത്തിൻ്റേതു കൂടിയാണ്. ഏകദേശം ഒക്ടോബർ മാസം മുതൽ പല ആളുകളും കൂട്ടമായി കരോൾ ഗാനങ്ങൾ പഠിക്കുവാൻ തുടങ്ങും. പള്ളിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഒരുമിച്ച് കൂടി പള്ളിയിലോ അതിനടുത്തുള്ള സ്ഥലങ്ങളിലോ പാട്ടുകൾ പരിശീലിക്കും. പിന്നീട് കരോൾ സംഘങ്ങൾ ക്രിസ്മസ് കാലത്ത് ഇടവകയിലെ ഓരോ വീടുകളിലും പോയി പാട്ടുകൾ പാടും. മുതിർന്നവരും പള്ളിയിലെ അച്ഛന്മാരുമൊക്കെ കൂടെയുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, പള്ളിയിൽ നിന്ന് വരുന്ന സാന്റാക്ലോസുകൾക്ക് പൊതുവെ ഒരു അച്ചടക്കമുണ്ടായിരുന്നതായി തോന്നിയിട്ടുണ്ട്. പള്ളിയുമായി ബന്ധമില്ലാത്ത നാട്ടിലെ ഉത്സാഹ കമ്മിറ്റിക്കാരും അവരുടേതായ രീതിയിൽ പാട്ടുകൾ പഠിച്ചിരുന്നു. മിക്കവാറും ചെറുപ്പക്കാരോ ചെറിയ കുട്ടികളുടെ സംഘങ്ങളോ ആയിരിക്കും അത്. കരോളിലൂടെ കിട്ടുന്ന സാമ്പത്തിക ലാഭമാണ് അവരുടെ പ്രതീക്ഷ. ഓരോ വീടുകളിലും കയറി ഇറങ്ങി പാട്ടുകൾ മുഴുവൻ വീട്ടുകാർക്ക് തൃപ്തിയാകുന്നത് വരെ പാടി അവർ കൊടുക്കുന്ന പണവും വാങ്ങി ഈ സംഘങ്ങൾ പോകും. ചില ഗൾഫുകാർ അവധിക്ക് വന്നിട്ടുള്ള വീടുകളിൽ ഉറച്ച ശബ്ദത്തോടെ പാടും. ചിലപ്പോൾ 2 പാട്ടുകൾ വരെയൊക്കെ പാടും. നല്ല പാട്ടുകളും പാട്ടിൻ്റെ എണ്ണവും സംഭാവനയുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണിത്. മിക്കവാറും കൊട്ടിപ്പാടാൻ ഉപയോഗിക്കുന്ന ഡ്രംസൊക്കെ വാടകയ്ക്കെടുത്തായിരിക്കും ഇവർ വരുന്നത്. പള്ളി സംഘത്തിലെ കരോളിന് വിപരീതമായി ഇവരുടെ ക്രിസ്മസ് പപ്പ അല്ലെങ്കിൽ സാന്റാക്ലോസ് സ്റ്റൈലായി ഡാൻസ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. തലേണയൊക്കെ വെച്ച് കെട്ടി ചില മെലിഞ്ഞ സാന്റാക്ലോസ്മാരെയും അക്കാലത്ത് കണ്ടതോർക്കുന്നു. പിരിവ് കൊടുക്കാൻ മനസ്സില്ലാത്ത ചില വീട്ടുകാർ ഈ കരോൾ സംഘം വരുമ്പോഴേ വീട്ടുകളിലെ ലൈറ്റൊക്കെ അണച്ച് ഇവിടെ ആരുമില്ല എന്ന ഭാവത്തിൽ കരോൾ സംഘത്തെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് മനസ്സിലാക്കുന്ന കരോൾ സംഘം ഇവിടെ ആരുമില്ലെന്ന് തോന്നുന്നു, നമുക്ക് പോയേക്കാം എന്ന മട്ടിൽ ഉറക്കെ പ്രഖ്യാപിച്ച് അവിടെ തന്നെ ഒളിച്ചിരിക്കും. വീട്ടുകാരാവട്ടെ കരോൾ സംഘം പോയെന്ന് തോന്നുന്നു, ഇനി ലൈറ്റ് ഇട്ടോളൂ എന്ന് പറയുമ്പോൾ സംഘം വീണ്ടും പുറത്തു വരികയും പാട്ട് തുടങ്ങുകയും ചെയ്യും. അമളി പറ്റിയ വീട്ടുകാർക്ക് പൈസ കൊടുക്കാതെ നിവൃത്തിയില്ലാതെയാകുന്നു. നാട്ടിൻ പുറത്തെ നിർദോഷങ്ങളായ ചില തമാശകളായിരുന്നു അതൊക്കെ. എൻ്റെ വീടിനടുത്തുള്ള ട്രിനിറ്റി മർത്തോമ ചർച്ചിലെ കുർബാനയും അവിടെ നിന്ന് ഉയർന്നിരുന്ന പാട്ടുകളും ഇപ്പോഴും ഓർക്കുന്നു. അതുപോലെ തന്നെ പാട്ടുകൾ ഏറ്റവും മനോഹരമായി കേട്ടത് CSI പള്ളിയിൽ നിന്നാണ്. ട്രിനിറ്റി പള്ളിയിലെയും CSI പള്ളിയിലും നന്നായി പാടുന്നവർ ഒരുപാടുണ്ടായിരുന്നു. സുഹൃത്തുക്കളും അയൽക്കാരുമായിരുന്ന പലരും 2 പള്ളിയിലെയും ഗായക സംഘത്തിലുണ്ടായിരുന്നു. എറണാകുളത്തേക്ക് താമസം മാറ്റിയപ്പോഴാണ് നഗരത്തിൻ്റെ സ്മാർട്ട്നെസ് മനസ്സിലാക്കിയ ആദ്യത്തെ ക്രിസ്മസ് കാലം വന്നത്. കരോൾ സംഘം വീട്ടിൽ വന്ന പാട്ട് പാടുന്നതിന് പകരം പ്ലഗ് പോയിൻ്റാണ് ആദ്യം ചോദിക്കുക. അതിനുശേഷം ടേപ്പ് റെക്കോർഡർ അവിടെ പ്ലഗ് ചെയ്ത് ഓണാക്കി പാട്ട് കേൾപ്പിക്കും. പാട്ടുകൾ പാടാതെ ടേപ്പ് റെക്കോർഡറിനെ കൊണ്ട് പാടിച്ച് പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ലാത്ത കരോൾ പരിപാടികൾ.
നഗരങ്ങളിലെ ചില രീതികൾ വിചിത്രമാണ്. എറണാകുളത്ത് വന്നപ്പോഴാണ് നമ്മൾ സ്നേഹിക്കുന്ന സാന്റാക്ലോസിനെ പാപ്പാഞ്ഞി എന്നാണ് ഇവിടെ വിളിക്കുന്നതെന്നും ഡിസംബർ 31 ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് ഈ പാപ്പാഞ്ഞിയെ മുഴുവനായി കത്തിക്കുമെന്നതും കേട്ടത്. പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് ഒരു അത്ഭുതത്തോടെയാണ് ആദ്യം കേട്ടത്. ഇപ്പോഴും അത് ഉൾക്കൊള്ളാനായിട്ടില്ല. ഡിസംബർ മാസം സിനിമയെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷമുള്ള ക്രിസ്മസ് റിലീസിന്റെയും സമയമാണ്. വെള്ളാനകളുടെ നാട്, ചിത്രം, പൊന്മുട്ടയിടുന്ന താറാവ്, ലാൽ സലാം, മണിച്ചിത്രത്താഴ് ഇങ്ങനെ പല സിനിമകളും ഡിസംബർ മാസം റിലീസ് ചെയ്തവയാണ്. ചിത്രം സിനിമയൊക്കെ തിയേറ്ററിൽ കണ്ട് കരഞ്ഞുപോയ ഒരു ക്രിസ്മസ് കാലവും ഓർക്കുന്നുണ്ട്. ക്രിസ്മസ് കാലത്തുള്ള മറ്റു ഓർമ്മകൾ ഓഫീസിലെ ക്രിസ്മസ് ആഘോഷങ്ങളാണ്. വൈനും കേക്കുമൊക്കെയായി ആഘോഷങ്ങളുടെ ഒരു മുഴുവൻ ദിവസം. ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുക, സമ്മാനപ്പൊതികൾ കൈമാറുക, ഇതൊക്കെ രസമുള്ള പുതിയ അനുഭവങ്ങളായിരുന്നു. അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുവാൻ തുടങ്ങിയ സമയത്താണ് ക്രിസ്മസ് ഏറ്റവും രസകരമായി തോന്നിയിരുന്നത്. ഒരുപാട് കുടുംബങ്ങളൊക്കെയുള്ള ഈ സ്ഥലങ്ങളിൽ ആഘോഷങ്ങളാവട്ടെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഘോഷങ്ങളിലൊന്നാണ് ക്രിസ്മസ്. അദൃശ്യനായ സാന്റാക്ലോസ് അവർക്ക് ആഗ്രഹമുള്ള സമ്മാനങ്ങൾ കൃത്യമായി എത്തിച്ചിരുന്നത് കൊണ്ടാകണം ക്രിസ്മസിനോട് അവർക്ക് ഇത്ര ഇഷ്ടം. ആദ്യമൊക്കെ സാന്റ കൊണ്ടുവരുന്ന സമ്മാനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന അവൾ പിന്നീട് ഓപ്ഷൻസ് ഒക്കെ വെക്കാൻ തുടങ്ങി. കണ്ണടച്ച് ഉച്ചത്തിൽ അവളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുവാൻ അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇത് സാന്റാക്ലോസിന്റെ ജോലി വളരെ എളുപ്പമാക്കി. രണ്ടാമത്തെ മകൾക്ക് 3 വയസ്സായപ്പോൾ പതിവ് പരിപാടി തുടർന്നു. മുതിർന്ന ആൾ 10 വയസ്സായപ്പോൾ പ്രാർത്ഥന നിർത്തി. അനിയത്തിക്കുട്ടിക്ക് വേണ്ടി മാത്രം അവളും സാന്റാക്ലോസിനായി കാത്തിരിക്കുന്നത് വീണ്ടും തുടർന്നു. രണ്ടുപേരും മുതിർന്നതോടെ എന്താണെന്നറിയില്ല, വർഷങ്ങളോളം സമ്മാനങ്ങൾ കൃത്യമായി എത്തിച്ചിരുന്ന സാന്റാക്ലോസും പരിപാടി നിർത്തി. പക്ഷേ ഞങ്ങൾ അച്ഛനും അമ്മയും 2 മക്കളും കൂടി ക്രിസ്മസ് സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നതും സമ്മാനങ്ങൾ കൈമാറുന്നതുമൊക്കെയായി ഇപ്പോഴും ആഘോഷങ്ങൾ തുടരുന്നു. മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലാക്കി സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കുക അത്ര എളുപ്പമല്ല. കിട്ടിയ സമ്മാനം ഇഷ്ടപ്പെട്ടതല്ലെങ്കിൽ കൂടി സന്തോഷത്തോടെ സ്വീകരിക്കുന്നതും അത്ര എളുപ്പമല്ല. ചില ആഘോഷങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള വലിയ പാഠങ്ങളും കൂടിയാണ്. ക്രിസ്മസിനെ ഏറ്റവും മഹത്തരമാക്കുന്നത് ആ ആഘോഷങ്ങൾക്ക് പിറകിലെ ആശയങ്ങളാണ്. ഒരു മരപ്പണിക്കാരൻ്റെ മകൻ ലോകം മുഴുവൻ തൻ്റെ വാക്കുകൾ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും കോടിക്കണക്കിന് മനുഷ്യർക്ക് മാതൃകയായതും തൻ്റെ ഏറ്റവും ലളിതമായ വചനങ്ങൾ കൊണ്ടാണ്. സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും ഉത്തമ മാതൃകയാകാനാണ് അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചത്. അനുകമ്പയുടെയും കാരുണ്യത്തിനെയും കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത് കേട്ട ഏറ്റവും സങ്കടകരമായ സംഭവത്തെക്കുറിച്ച് ഇവിടെ ഓർക്കുന്നത്. തൻ്റെ സ്വന്തം വളർത്തുനായയെ കാറിൽ കെട്ടി വലിച്ചുകൊണ്ടുപോയി ഉപേക്ഷിക്കുവാൻ ശ്രമിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലുമൊക്കെ വായിച്ചു കാണുമല്ലോ. ആ ക്രൂരമായ കൃത്യം നടത്തിയ കാർ ഡ്രൈവറെ തടഞ്ഞു നിർത്തിയത് അഖിൽ എന്ന ചെറുപ്പക്കാരനായിരുന്നു. അഖിൽ മറ്റാർക്കു വേണ്ടി ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ സംഭവം കാണുന്നത്. തിരക്കിലായിരുന്നെങ്കിലും അയാളെ തടഞ്ഞു നിർത്തുകയും ദൃശ്യങ്ങൾ പകർത്തിയതും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും ആ പാവം ജീവിയുടെ ജീവൻ രക്ഷിക്കുവാൻ കാരണമായി. ഈ ഡിസംബർ മാസത്തിൽ ദീനാനുകമ്പയുടെ ഉദാഹരണമായി കാണാവുന്ന ഈ സംഭവം മനുഷ്യത്വത്തിന് തന്നെ മാതൃകയാക്കാവുന്നതാണ്. ദയ എന്ന സംഘടനയാണ് ആ മിണ്ടാപ്രാണിയെ പിന്നീട് കണ്ടെത്തിയതും അതിനെ ഇപ്പോൾ സംരക്ഷിക്കുന്നതും. ഇതുപോലെയുള്ള നല്ല മനസ്സുകൾ ഇനിയും ഉണ്ടാവട്ടെ. അതുപോലെ മറ്റൊരു കഥയാണ് നാം ഈ ആഴ്ച കേട്ടത്. 28 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കന്യാസ്ത്രീയായ അഭയയുടെ ക്രൂരമായ കൊലപാതകത്തിന് പ്രതികളെ ശിക്ഷിച്ച കോടതി വിധി ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണല്ലോ. അന്ന് മോഷ്ടിക്കുവാനായി കോട്ടയത്തെ പൈസ്റ്റൺ കോൺവെന്റിൽ കയറിയ രാജു എന്ന കള്ളൻ അവിടെ കണ്ട കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചതുകൊണ്ടാണ് ആ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുവാൻ കാരണമായത്. എത്രയോ വർഷങ്ങൾ അയാളെ സ്വാധീനിക്കുവാനായി ഉന്നതന്മാർ നടത്തിയ പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ച് സത്യത്തിന്റെ കൂടെ നിന്നത് ഒരു മോഷ്ടാവായിരുന്നുവെന്നത് അതിശയമാണ്. പോലീസിന്റെ നിരന്തര മർദ്ദനങ്ങളും ഉന്നതന്മാരുടെ പ്രലോഭനങ്ങളും നേരിടേണ്ടി വന്ന രാജു മോഷണം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത് ആ കേസിൽ സാക്ഷിയായതിനു ശേഷമാണ്. തെറ്റു മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുമ്പോൾ രാജുവല്ലേ ദൈവപുത്രനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്. അദൃശ്യനായ ദൈവത്തിന്റെ നാവായാണ് രാജു കോടതിയിൽ സാക്ഷിമൊഴി പറഞ്ഞത്. അഖിലിന്റെയും രാജുവിന്റെയും ഒക്കെ ഉദാഹരണങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് പകർന്നു തന്ന ആശയങ്ങൾ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് തന്നെയല്ലേ. അവരെ പോലെ സമൂഹത്തിലെ ഓരോ അനീതിക്കുമെതിരെ പ്രവർത്തിക്കുവാൻ
ഇതുപോലെയുള്ള ആശയങ്ങൾ ഇനിയും ഒരുപാട് പേർക്ക് പ്രചോദനമായി തീരട്ടെ. ദൈവപുത്രന്റെ ജന്മദിനാഘോഷങ്ങൾ പോലെ എല്ലായ്പ്പോഴും സന്തോഷമായി ജീവിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ക്രിസ്മസ് കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നാട്ടിലെ CSI പള്ളിയിൽ പാട്ടുപാടാൻ പോയിരുന്ന സുഹൃത്തുക്കളെക്കുറിച്ചും അയൽക്കാരെക്കുറിച്ചുമെല്ലാം പറഞ്ഞിരുന്നല്ലോ. അക്കൂട്ടത്തിലെ മിടുക്കിയായിരുന്ന ഒരു പെൺകുട്ടി വെള്ളയുടുപ്പൊക്കെ ഇട്ട് സഹോദരനോടൊപ്പം പള്ളിയിൽ പോയിരുന്ന കാര്യം ഓർമ്മയുണ്ടെന്ന് കാണുമ്പോഴൊക്കെ അവരോട് പറയാറുണ്ടായിരുന്നു. അനിത എന്ന ചെറിയ പെൺകുട്ടി ഇന്ന് എൻ്റെ അടുത്ത സുഹൃത്ത് റബിയുടെ ഭാര്യയും 2 ആൺകുട്ടികളുടെ അമ്മയുമാണ്. അനിത റബി ആലപിച്ച ഒരു കരോൾ ഗാനത്തോടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും സന്തോഷപ്രദമായ ക്രിസ്മസ് ആശംസകൾ. Of our dear Savior's birth.